ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പ് കാലത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തന്റെ അത്ഭുത പ്രവർത്തികൾ അധികവും നടന്ന നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനെ തുടർന്ന് അവയെ ശാസിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന്റെ സ്നേഹവും കരുണയും ആഗ്രഹിച്ചിട്ട് ഹൃദയം കഠിനമാക്കുന്നവർക്ക് വരാനിരിക്കുന്ന വലിയ ദുരിതത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൊരേസിനും ബെത്സേദയ്ക്കും ലഭിച്ചതുപോലെ നിരവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുകയും നമ്മുടെ ജീവിതശൈലിയായി മാറ്റുകയും ചെയ്യണം. ദൈവത്തിലേക്ക് മാറാൻ ഈ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ദൈവത്തിന്റെ വിളി കേൾക്കുമ്പോൾ അതേ എന്ന് പറയാൻ നമുക്ക് ശീലിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.